കയറ്റം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കോട്ടെ, നീണ്ട കയറ്റം എന്ന് പറഞ്ഞാൽ നീണ്ട കയറ്റം. ഇതുണ്ട് ഈ സൈഡിൽ മൊത്തം പാറ കേട്ടോ. പാറയുടെ ഈ പറഞ്ഞ പോലെ പാറയിൽ നിന്ന് കല്ലിടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ട് വെച്ചാണ് അവിടെ കണ്ടേക്കണേ. ആ മേളിൽ നിന്ന് കല്ലുകൾ ഇടിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോഴത്തേക്ക് മുംബൈയിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ കർണാടകത്തിലായിട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഫുള്ള് വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6-6:30 വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് തന്നെ ശരിക്കും ഉറക്കം എന്നോട് കയറി കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കർണാടകത്തിലൊരു പമ്പിൽ കയറി ചെറിയ ചായ കുടിച്ചു. ഇതിപ്പോൾ വണ്ടിയിൽ കുറച്ച് വെള്ളം എടുക്കണം. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. നമ്മൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഒരു സംഭവം കണ്ടോ, പീരങ്കി എന്തോ റിപ്പയർ ചെയ്യാൻ അല്ലാണ്ട് ആവശ്യമായിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു കേട്ടോ. വർക്കിംഗ് കണ്ടീഷൻ എല്ലാം തോന്നും. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ചായയോടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോവാട്ടോ. കർണാടക കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. കരിമ്പൻ തോട്ടങ്ങളായി തുടങ്ങിയിട്ടോ. കരിമ്പൻ തോട്ടങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട്. ബീൻസ്, പയർ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. കൃഷി സ്ഥലം ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ കർണാടകത്തിലാട്ടോ. കർണാടകത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഉച്ചയായപ്പോൾ ചോറും കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കിയതാണ്. ഈ ഹൈവേയുടെ സൈഡിൽ ഇങ്ങോട്ട് ഭയങ്കര മഴയാട്ടോ. നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു. അടുത്ത് ഇവിടുന്ന് പോവാം. ഭയങ്കര രസമുള്ള സ്ഥലം, ഭയങ്കര രസമുള്ള സ്ഥലം. കർണാടകത്തിൽ കയറിയപ്പോൾ തൊട്ട് മഴയാട്ടോ, ഒരു രക്ഷയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമഴ എന്ന് പറഞ്ഞ പെരുമഴ. വണ്ടി ഓടിക്കാൻ പറ്റാനുള്ള ആകെ പ്രശ്നം. പിന്നെ അതുപോലെ നമ്മൾ പോണ റൂട്ടിൽ 2 ദിവസം മുമ്പ് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ റോഡൊന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ രാത്രി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വല്ല ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയിൽ പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് എല്ലാപ്പൂരും ടൗണിൽ സ്റ്റേ ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാപ്പൂരും ടൗണിൽ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിജയഞ്ചാൻ്റെ കടയുടെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ നമ്മളിപ്പോൾ എല്ലാപ്പൂരും വിജയഞ്ചാൻ്റെ കടയുടെ അവിടെ കേട്ടോ. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് ചോറുണ്ടിട്ട് നേരെ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ അടിപൊളി കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാപ്പൂരും വന്നിട്ടുണ്ടല്ലോ. നല്ല കിണ്ണങ്കാച്ചി അയിലക്കറി വെച്ചിട്ടുണ്ട്. നല്ല ചുവന്ന മുളകിട്ട അയിലക്കറി. അതുപോലെ തന്നെ മീൻ വറക്കാൻ വേണ്ടി ഇങ്ങനെ അടപ്പത്തിരുന്നത് മീൻ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങുവാണ്. നാളെ അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം കേട്ടോ.